ആലു ഇതാ കരഞ്ഞോണ്ട് പോകുന്നത് എന്തിനാണെന്നറിയോ? അവളെ ഞാൻ എടുക്കായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇതാ കുളത്തിലൊക്കെ ഒന്ന് കുറച്ച് നേരം വന്നിരിക്കാമെന്ന് കരുതിട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ നല്ല കാറ്റുണ്ട്, നല്ല സുഖമായിട്ട് ഇരിക്കാം കേട്ടോ കുറച്ച് നേരം. അപ്പോൾ ഇതാ കുട്ടികൾ ഇതാ കാണുന്ന തലക്കുള്ള നല്ല വലിയൊരു മൂച്ചി കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് മാങ്ങ പെറുക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാനും ആലു ഇതിവിടെ കാത്തിരിക്കുക കേട്ടോ, കുളത്തിൽ കല്ലുമ്മൊക്കെ ഇരുന്നിട്ട്. അപ്പോൾ ആലുവിനാണെങ്കിൽ നേരത്തെ പിണക്കം മാറിയിട്ടില്ല കേട്ടോ. അവൾക്കാണെങ്കിൽ കരച്ചിലൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ വരുന്നുണ്ട്. അപ്പോൾ അതാ കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ അവർ തിരിച്ചു വന്നു. അപ്പോൾ അവർക്കാണെങ്കിൽ കുറച്ച് മാങ്ങയൊക്കെ കിട്ടിട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ഈ കാറ്റെടുക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ ചാടും കേട്ടോ മാങ്ങ. അത് എന്ത് മാങ്ങയാണെന്ന് അറിയില്ല. അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ മാങ്ങ. അതുപോലത്തെ നല്ല മധുരം ഉണ്ട് കേട്ടോ. ഞങ്ങളാണെങ്കിൽ അവിടെ ഇരുന്ന് തന്നെ മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആലു പിണങ്ങിയിരിക്കില്ല, ആലുവിന് മാങ്ങ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അപ്പം തന്നെ ഇരുന്ന് കണ്ട് കഴിച്ചിട്ടോ. അതിനിടയിലേക്ക് ഇത് ആദി ഷാനും കൂടെ വന്നിട്ടോ. അപ്പോൾ ഞങ്ങൾ വേറെ മൂച്ചിൻ്റെ ചോട്ടിൽ മാങ്ങൊക്കെ പെറുക്കിയിട്ട് കഴിച്ചിട്ട് ബാക്കി കടട്ട് പോന്നിക്കുക. അവിടെ ഇഷ്ടംപോലെ മാങ്ങയുണ്ട്, വേണമെങ്കിൽ ഞങ്ങൾ കൊണ്ടുവന്നരാമെന്ന് പറഞ്ഞിട്ട് അവരിത് വന്നപ്പോൾ അത് ഒരു കവർ നിറച്ച് മാങ്ങ കൊണ്ട് വന്നിട്ടുണ്ടോ. അപ്പോൾ ഇതാണെങ്കിൽ ഞങ്ങളവിടെ ഈമ്പിക്കൂടിയ മാങ്ങ എന്ന് പറയുന്നത് കേട്ടോ. ഒരുപാട് കയമ്പൊന്നും ഉണ്ടാവില്ല, നമുക്കിങ്ങനെ ഇങ്ങനെ കഴിക്കാം, അത്രേ ഉള്ളൂ. കത്തി കൊണ്ടൊന്നും എടുത്താൽ നമുക്ക് അതിന് ഫ്ലഷ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ചോട്ടിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി ആ മാവിൻ്റെ ചോട്ടിക്ക് പോകാം കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴോ കാറ്റടിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കട്ടോ. എനിക്കാണെങ്കിൽ ഇഷ്ടംപോലെ എനിക്കും കിട്ടിയെന്നാ. ഞങ്ങളാണെങ്കിൽ ചാടുന്നത് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കട്ടോ. ഇതാണെങ്കിലോ ഭയങ്കര മധുരം, പഞ്ചാരയൊക്കെ കുത്തി കലക്കിയ മധുരം. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കിട്ടിയപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ.